ആലോഷി പെട്ടെന്ന് കുളിച്ച് ഹോസ്പിറ്റലിലേക്ക് പുറപ്പെട്ടു. ലാപ്ടോപ്പും എടുത്തിരുന്നു. മോനെ കഴിച്ചിട്ട് പോടാ, വല്യമ്മച്ചി പറഞ്ഞു. ശരി, ഒന്ന് ഓഫീസിൽ പോണം, അപ്പച്ചനും അമ്മച്ചിയും ഉണ്ടല്ലോ അവിടെ, ആലോഷി പറഞ്ഞു. പത്മാവതി, മോൻ ആഹാരം എടുത്തു വയ്ക്ക്. ലിസി കൊടുക്കില്ലെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് വല്യമ്മച്ചി അവരെ വിളിച്ചത്. ആലോഷി കൈ കഴുകിയിരുന്നു. പത്മാവതി വേഗം തന്നെ ആഹാരം എടുത്തു വെച്ചു. വല്യമ്മച്ചി അരികിലിരുന്ന് വിളമ്പിക്കൊടുത്തു. മോനെ, എന്നാ ചന്ദ്രൻ ഡിസ്ചാർജ് ആകുന്നത്? കല്യാണം ഇങ്ങ് അടുത്തില്ലേ, വിളിയൊക്കെ കഴിഞ്ഞു. എന്നാലും വല്യമ്മച്ചി ചോദിച്ചു. ഒന്നും പറഞ്ഞില്ല ഡോക്ടർ. അപ്പോഴേക്കും വിടുമായിരിക്കും. പഴയതുപോലെ അവൾ കോടി നടക്കാനൊന്നും മൊക്കത്തില്ല, റെസ്റ്റ് വേണ്ടി വരും, ആലോഷി ആലോചനയോടെ പറഞ്ഞു. ഒന്നും ചെയ്യണ്ട, ഇവിടെ ഇരുന്നാ മതി എൻ്റെ മോള്, നിറ കണ്ണുകളോടെ വല്യമ്മച്ചി പറഞ്ഞു. ഒന്ന് മൂളിക്കൊണ്ട് കഴിച്ചെഴുന്നേറ്റു അവൻ. ഞാൻ പോയേച്ചു വരാം, യാത്ര പറഞ്ഞിറങ്ങി ആലോഷി. ഈ സമയം പാലക്കാട് തിരിച്ചെത്തി ജഗനും വിജു. നന്ദന ഓടി വന്ന് മോനെയും എടുത്തുകൊണ്ട്. ഏട്ടാ, ചന്ദ്രൻ എന്ത് പറഞ്ഞു? അവൾക്ക് പോർക്കാൻ കഴിഞ്ഞോ? ഞാൻ വിളിച്ചിട്ട് ഫോൺ കിട്ടുന്നില്ല, അവൾക്ക് സുഖമാണ് അവിടെ, നന്ദന ആദ്യോടെ ചോദിച്ചു. അവള് എന്നോട് ദേഷ്യപ്പെടുക പോലും ചെയ്തില്ല. എൻ്റെ കർണം നോക്കിയെന്ന് തന്നാൽ എനിക്ക് കുറച്ച് സമാധാനമാകുമായിരുന്നു. പാവം, അവൾ ഞാൻ എത്ര വേദനിപ്പിച്ചു. എന്നിട്ടും എൻ്റെ രോഗം മാറാൻ പ്രാർത്ഥിക്കുകയാണ് അവള്. അവളോട് ചെയ്ത പാപമെല്ലാം ഞാൻ എവിടെ കൊണ്ടുപോയി കഴുകി കളയും. അത് പറയുമ്പോൾ അവൻ്റെ സ്വരം ഇടറിപ്പോയി. ഏട്ടാ, എല്ലാം മാറും, എനിക്കറിയാം. മോൻ ഇന്ന് കരയാൻ തുടങ്ങിയപ്പോൾ നന്ദന മോനെ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് നിറക്കണ്ണുകളോടെ അവനെ നോക്കി പറഞ്ഞു. അതെ, ആളെയും പേടിക്കാതെ ഒന്നും ഉണ്ടാകില്ല, വിജു പറഞ്ഞു. അതെ, തെറ്റുകൾ തിരുത്താൻ നിനക്കൊരവസരം തന്നതാകും ഈശ്വരൻ, ചിറ്റ പറഞ്ഞു. മോനെ ഇങ്ങതാ. നന്ദനയുടെ കയ്യിൽ നിന്നും മോനെ സൂക്ഷിച്ചു വാങ്ങിയെടുത്ത് മോൻ്റെ നെറ്റിയിലും കവളിലും ഉമ്മ വെച്ചു ജഗൻ കൊതിയോടെ. അവൻ്റെ മനസ്സിൽ അപ്പോൾ ഒരേ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ, തനിക്ക് ഈശ്വരൻ അനുവദിച്ച കുറച്ചു സമയം അവരുടെ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കണം എന്ന് മാത്രം. ആലോഷി ഓഫീസിൽ നിന്നിറങ്ങി നേരെ പോയത് ജാനി കിടക്കുന്ന ഹോസ്പിറ്റലിലേക്കായിരുന്നു. അവളുടെ കിടപ്പ് കാണാൻ അവനൊരു നിമിഷം തോന്നി. ആലോഷി ചെല്ലുമ്പോൾ ഐസിയുവിൻ്റെ മുന്നിൽ നിർത്തിയിട്ട കസേരകൾ ഇരിക്കുകയാണ് ജാനിയുടെ അച്ഛനും അമ്മയും. ജഗൻ അവിടെ ഇല്ലായിരുന്നു. അവനെ കണ്ടപ്പോൾ ജാനിയുടെ അമ്മ ഓടി അവൻ്റെ അരികിലേക്ക് വന്നു. മോനെ, നീ അറിഞ്ഞോ എൻ്റെ മോള്, അവൾക്ക് ഈ ഗതി വന്നല്ലോ, പറഞ്ഞു കരഞ്ഞുകൊണ്ട് അവൻ്റെ കയ്യിൽ പിടിച്ചു. അവർ ഒന്നും മിണ്ടാതെ ഇരിക്കുന്നുണ്ട് അവളുടെ അച്ഛൻ. പുച്ഛം തോന്നി അവന് അയാളുടെ ഇരിപ്പ് കണ്ട്. മകളുടെ മനസ്സിൽ വെട്ടിപ്പിടിക്കാനും കാശിനു വേണ്ടി എന്ത് നെറുകടി ചെയ്യാൻ പഠിപ്പിച്ച തന്ത. തെറ്റുകൾ ചെയ്യുമ്പോൾ മകളെ തിരുത്തേണ്ടതിന് പകരം അവൾക്ക് വേണ്ട ഒത്താശ ചെയ്തു കൊടുത്തു, പ്രോത്സാഹിപ്പിച്ചു. ഇപ്പം എന്തായി? സ്വന്തം പ്രവർത്തികൾ തന്നെ തിരിഞ്ഞു കൊത്തി. ആൻറ്റി, കരയാതെ, അവൾക്ക് ഈ ശിക്ഷ വിധിച്ചത് ഈശ്വരനാണ്, അത് അവൾ അനുഭവിച്ചേ മതിയാകും. എന്നെ കൊല്ലാൻ ആളെ വിട്ടത് അവൾ, എൻ്റെ പ്രാണൻ എടുക്കാൻ. പാവം എൻ്റെ ചന്ദന എന്നെ രക്ഷിച്ചു. ആൻറ്റിയുടെ മോളുടെ കത്തിമുനയിൽ നിന്നും അവളെ ഇന്ന് കാണാൻ വന്നതാ ഞാൻ. ഇത് ഞാൻ കൊടുക്കേണ്ട ശിക്ഷയായിരുന്നു, അത് കർത്താവ് കൊടുത്തു. ആലോഷി പറയുന്നത് കേട്ട് ഒന്നും മിണ്ടാൻ കഴിയാതെ നിന്നു അവർ. അപ്പോഴേക്കും മരുന്ന് വാങ്ങാൻ പോയ ജഗൻ തിരികെ വന്നു. ചേച്ചിയെ കണ്ടോ? വന്നപാടെ അവൻ ചോദിച്ചു. ഇല്ല, ഡോക്ടറെ കണ്ട് ചോദിക്കട്ടെ, അവളുടെ കിടപ്പൊന്ന് കാണാം എനിക്ക്, എൻ്റെ പെണ്ണെ കിടത്തി അവളെ. അവൻ്റെ വാക്കുകൾ കടുത്തു. വാതിൽ തുറന്ന് ഡോക്ടർ പുറത്തേക്ക് വന്നു. ഡോക്ടറെ, എൻ്റെ മോൾക്ക് എങ്ങനെയുണ്ട്? അവളുടെ അമ്മ കരഞ്ഞുകൊണ്ട് ഡോക്ടറെ അടുത്തേക്ക് ഓടി. എന്താ അമ്മ ഇത്? ജഗൻ അവരെ പിടിച്ചു നിർത്തി. ഒരു മാറ്റവും ഇല്ല, കണ്ണുകൾ ചലിക്കുന്നത് പോലുമില്ല, അത് കിടപ്പ് തന്നെയാണ്. സർജറി കഴിഞ്ഞു, ഇനിയെല്ലാം ഈശ്വരൻ്റെ കൈകളിലാണ്, ഡോക്ടർ പറഞ്ഞുകൊണ്ട് ആലോഷിയെ നോക്കി. ആലോഷി നെല്ലിക്കാടനല്ലേ? ഡോക്ടർ ചോദിച്ചു. അതെ, ഞാൻ തൻ്റെ ഒരു ഫാനാണ്. ഇത്ര ചെറുപ്രായത്തിൽ തന്നെ കോടികൾ കൊയ്യുന്ന യങ് ബിസിനസ്മാൻ. ഡോക്ടർ നീട്ടിപ്പിടിച്ച കരം പിടിച്ചു ആലോഷി. ഡോക്ടർ, എനിക്ക് അവളെ ഇന്ന് കാണാം, എനിക്കിട്ട് ഒരുപാട് പണി തന്നവളാണ്, ആലോഷി പറഞ്ഞു. വരൂ. ഡോക്ടർ അവനെയും അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. നിരത്തിയിട്ട് ബെഡിൽ ഒരുപാട് ആളുകൾ കിടക്കുന്നുണ്ട്. വേദന കൊണ്ട് പൊളഞ്ഞുകൊണ്ടും ഒരൊറ്റ ശ്വാസത്തിനു വേണ്ടിയും ഓക്സിജൻ മാസ്ക് വെച്ച് കിടക്കുന്നവർ. ചെയ്യാൻ കഴിയുന്നതിൻ്റെ പരമാവധി ശ്രമിച്ചു, പക്ഷേ ഒരു പ്രയോജനവുമില്ല, ഒരേ കിടപ്പാണ്. ആലോഷി അവളെ നോക്കി. കണ്ണുകൾ മുകളിൽ എന്തോ ദൃഷ്ടിയിൽ പതിപ്പിച്ച പോലെ കിടക്കുകയാണ്. ഈ കിടപ്പ് തന്നെയാണ്, ഡോക്ടർ പറഞ്ഞു. അവളുടെ കിടപ്പ് കണ്ടിട്ട് ഉള്ളു നീറിയെങ്കിലും അടുത്ത നിമിഷം അവൻ്റെ മുഖത്ത് ദേഷ്യം വന്നു. ചന്ദന അവളുടെ വേദന ഓർത്തുകൊണ്ട്. എടി, നിന്റെ ഓട്ടം തികഞ്ഞു അല്ലേ? കഴിഞ്ഞോ നിന്റെ പരാക്രമം? എന്നെ കൊല്ലാൻ പോലും ആളെ വിട്ടു നീ അല്ലേ? നിന്റെ ജീവൻ എടുക്കാതെ കർത്താവ് വിട്ടത് നിന്നെ ഒറ്റയടിക്ക് മുകളിലേക്ക് കെട്ടിയെടുക്കേണ്ടെന്ന് കരുതി തന്നെയാകും. നീ ചെയ്ത തെറ്റുകൾ ഇവിടെ തന്നെ അനുഭവിച്ച് നീ പോകും. നീ എന്ത് ചെയ്തിട്ടും നിന്നെ ഞാൻ വെറുതെ വിട്ടത് ഒറ്റയടിക്ക് നിന്നെ തീർക്കാൻ കഴിയാഞ്ഞിട്ടില്ല. നീ ഒരു കാലത്ത് എനിക്ക് വേണ്ടപ്പെട്ട കൂട്ടുകാരി ആയതുകൊണ്ടാണ്. സൗഹൃദം എന്നതിൻ്റെ അർത്ഥം പോലും അറിയാത്ത നിന്നെ കൈ ചുരുട്ടി ബെഡിൽ ഇടിച്ചു അവൻ ദേഷ്യം കൊണ്ട്. ആലോഷി, കൂൾ.
ഡോക്ടർ അവൻ്റെ തോളിൽ പിടിച്ച് അമർത്തിക്കൊണ്ട് പറഞ്ഞു, നിന്നെ ഈ കിടപ്പിൽ ഞാൻ എന്ത് ചെയ്യാൻ? ഇനിയുള്ള കാലം നീ ചെയ്ത തെറ്റുകൾക്ക് മാപ്പിരുന്ന് കിടക്ക്. അവളുടെ കണ്ണുകൾ നിറഞ്ഞ മിഴുനീർ ഇരു ചെന്നികളിൽ കൂടി ഒഴുകിയിറങ്ങി. മൈ ഗോഡ്, ഇവർക്ക് ഉള്ളിൽ ഓർമ്മയുണ്ട്. അലോഷി, താൻ പറയുന്നതെല്ലാം മനസ്സിലായി. കണ്ടോ, കണ്ണുകൾ നിറഞ്ഞു. അലോഷി അത് ശ്രദ്ധിച്ചു. അതെ, അത് തന്നെ വേണം. തിരിച്ചൊരു വാക്ക് പോലും പറയാൻ പറ്റാതെ കിടക്കട്ടെ ഇവൾ. അതും പറഞ്ഞ് അലോഷി തിരിച്ചിറങ്ങി. ആരെയും നോക്കാതെ അവൻ പുറത്തേക്ക് നടന്നു. തിരികെ ഹോസ്പിറ്റലിലെത്തി. അപ്പച്ചനും അമ്മച്ചിയും ചന്ദനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവനെ കണ്ടപ്പോൾ അവൾക്കും സന്തോഷമായി. മോനെ, അമ്മച്ചി ഇവിടെ നിൽക്കാം. മോൻ വേണമെങ്കിൽ വീട്ടിൽ പോയി കിടന്നോ, സൂസി അമ്മച്ചി പറഞ്ഞു. ഏയ്, അത് വേണ്ട. രാത്രി ഞാനിവിടെ വേണം. അമ്മച്ചി കാലത്ത് വന്നാൽ മതി. അപ്പോൾ എനിക്ക് ഓഫീസിൽ പോവുകയും ചെയ്യാം. ഇനി കല്യാണം ആയതുകൊണ്ട് അജു തിരക്കിലാകും. അലോഷി പറഞ്ഞുകൊണ്ട് ചന്ദനയുടെ അടുത്തിരുന്നു. അവളുടെ കൈയെടുത്ത് മടിയിൽ വെച്ച് തലോടിക്കൊണ്ട് ചോദിച്ചു, ഇപ്പോൾ വേദന കുറവുണ്ടോ? കുറവുണ്ട് ചാ, നല്ല ആശ്വാസമുണ്ട്. സോഫി ചേച്ചി വീട്ടിൽ പോകുന്നുണ്ടെന്ന് അമ്മമ്മയോടൊന്നും ഇപ്പം പറയുന്നില്ല. ഞാൻ നേരിട്ട് ചെന്നിട്ട് പറയുമെന്നാണ് ചേട്ടൻ പറയുന്നത്. അവളുടെ കുഞ്ഞുമുഖത്ത് വിരിയുന്ന ഭാവങ്ങൾ നോക്കി കണ്ടു അലോഷി. പുറത്ത് ഇരുട്ട് പരക്കാൻ തുടങ്ങി. മോനെ, ഞങ്ങൾ ഇറങ്ങട്ടെ, നാളെ കാലത്ത് വരാം, അപ്പച്ചൻ പറഞ്ഞു. ശരി. അലോഷി അവരെ യാത്രയാക്കി. വാതിലടിച്ച് ഷട്ട് ഊരിയിട്ടു. എന്താ ചൂട്? അതെ, നല്ല ചൂട്. ഇച്ച പതിയെ നടന്നു നോക്കാൻ പറഞ്ഞു ഡോക്ടർ. എനിക്ക് എഴുന്നേൽക്കാൻ പോലും തോന്നുന്നില്ല. വേദനിക്കുന്ന പേടി. അവൾ പറയുന്നത് കേട്ടപ്പോൾ അലോഷി അവളുടെ അരികിൽ കസേര വലിച്ചിട്ടിരുന്നു. ഞാനില്ലേ നിന്റെ കൂടെ, നമുക്ക് കുറച്ച് കഴിഞ്ഞ് നടക്കാം. ഒന്ന് ആഞ്ഞവളെ കവളിൽ ഉമ്മ വെച്ചുകൊണ്ട് പറഞ്ഞു അവൻ. കുറച്ച് കഴിഞ്ഞപ്പോൾ ചാരു വന്നു. കൂടെ ബിനുവും. വൈകിട്ട് കഴിക്കാൻ ആഹാരവും കൊണ്ടുവന്നിരുന്നു അവർ. ചാരു വന്നാൽ പിന്നെ ആകെ ബഹളമാണ്. സമയം പോകുന്നത് അറിയില്ല. രാത്രിയായപ്പോൾ അവർ പോയി. അലോഷി ചന്ദനയെ പതിയെ നടത്തി. അവൻ്റെ ശരീരത്തിൽ അവളുടെ ഭാരം മുഴുവനും ചേർത്ത് വെച്ചുകൊണ്ട് സോഫി വീട്ടിൽ പോയി. വൈകിട്ട് ആൽബി പോയി കൊണ്ടുവന്നു. രാത്രി ഭക്ഷണം കഴിഞ്ഞ് അവർ മക്കളെ കൊണ്ട് അവരുടെ സ്വർഗത്തിലേക്ക് പോയി. കുറച്ച് ദിവസത്തെ അലച്ചിലിനൊടുവിൽ സ്വന്തം വീട്ടിൽ തിരികെ എത്തിയവർ രണ്ടുപേരും കൂടി പൊടിയെല്ലാം തട്ടിത്തുടച്ച് കിടക്കാനുള്ള റൂം മാത്രം അടിച്ചു കിടന്നത് കൊണ്ട് നിറയെ പൊടി പിടിച്ചിരുന്നു. തൻ്റെ കുഞ്ഞു സ്വർഗത്തിൽ മക്കളെ ഉറക്കി കിടത്തി സോഫി ആൽബിയുടെ കരവലയത്തിൽ ഒതുങ്ങിക്കിടന്നു, അവൻ്റെ മാറിലെ ചൂട് പറ്റിക്കൊണ്ട്. രാവിലെ നേരത്തെ എഴുന്നേറ്റു അലോഷി. ലാപ്ടോപ്പിൽ എന്തൊക്കെയോ വർക്കുകൾ ചെയ്യുകയാണ്. ചന്ദന ഉറക്കത്തിലായിരുന്നു. നേരം പുലർന്നു വരുന്നതേയുള്ളൂ. ഇടയ്ക്ക് അവളെ നോക്കുന്നുമുണ്ടവൻ. അവളുടെ നേരിയ ചലനം പോലും അവൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റ് ചന്ദന. ഗുഡ് മോർണിംഗ് ചന്ദന. അലോഷി ലാപ്ടോപ്പ് ക്ലോസ് ആക്കി വെച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് നടന്നുകൊണ്ട് പറഞ്ഞു. അല്ലീഷ, നേരത്തെ എഴുന്നേറ്റു അല്ലേ? ഒത്തിരി ബുദ്ധിമുട്ടുന്നുണ്ടല്ലേ ഈശ? ഉറക്കൊന്നും ശരിയാകുന്നില്ല. ഓഫീസ് ജോലികൾ, വിവാഹത്തിൻ്റെ തിരക്കുകൾ. ചന്ദന വിഷമത്തോടെ പറഞ്ഞു. ബുദ്ധിമുട്ടോ? എനിക്കോ? ഒന്നുമില്ല. നീ അനങ്ങാതിരുന്നാൽ മാത്രം മതി. വീട്ടിൽ പോയാലും അധികം ഓടി നടക്കാനൊന്നും പറ്റില്ല കുറച്ച് സമയത്തേക്ക്. അവളുടെ കയ്യിൽ പിടിച്ച് പതിയെ എഴുന്നേൽപ്പിച്ചുകൊണ്ട് ബാത്റൂമിലേക്ക് നടന്നു അലോഷി. അവൾ കൊട്ടും വേദനിക്കാതെ പിടിച്ചുകൊണ്ട് പതിയെ അവനെ ചാരി നിന്നുകൊണ്ട് തന്നെ ബ്രഷ് ചെയ്തു. അവനെ സഹായിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാനും മറ്റും. തൻ്റെ ഭാര്യയുടെ വേദനയെല്ലാം തൻ്റേത് കൂടിയാണെന്ന് മനസ്സിലാക്കി തന്നെയായിരുന്നു അലോഷി ഓരോന്നും ചെയ്തത്. ചന്ദന വേണ്ടെന്ന് പറഞ്ഞിട്ടും അവളെ നോട്ടം കൊണ്ടും ദേഷ്യപ്പെട്ട അലോഷി അവൾക്ക് വേണ്ടി ഓരോന്ന് ചെയ്യുന്നത് നിസ്സഹതയോടെ നോക്കിയിരുന്നു ചന്ദന. അവൻ ചെയ്യുന്നതിൽ അവൾക്ക് സങ്കടമുണ്ടായിരുന്നെങ്കിലും തൻ്റെ ഭർത്താവ് തനിക്ക് വേണ്ടി ഇത്രയെങ്കിലും ചെയ്യുന്നുണ്ടല്ലോ എന്നതിൽ അവൾക്ക് അഭിമാനം തോന്നി. ആശ്വസിപ്പിക്കാനും കൂടെ നിൽക്കാനും മനസ്സുള്ള ഭർത്താവിനെ കിട്ടിയതിൽ അവൾ ആദ്യമായി അഹങ്കരിച്ചു. ചന്ദനെ ഫ്രഷാക്കി ഇരുത്തി അലോഷി. അവളുടെ മുടി പതിയെ ചീകി ഉയർത്തി കെട്ടിവെച്ചു. ബാഗ് ഓപ്പൺ ആയിട്ടുള്ള ഡ്രസ്സ് വാങ്ങി വന്നിരുന്നു ചാരു. അതിട്ട് കൊടുത്തു. ഹോസ്പിറ്റൽ ഡ്രസ്സ് ഊരി മാറ്റി ഫ്ലാസ്കിൽ വാങ്ങിച്ചു വെച്ച ചായ അവൾക്ക് ഗ്ലാസ്സിൽ പകർന്നു കൊടുത്തു. ഇച്ചൻ എല്ലാ കാര്യങ്ങളും എത്ര വൃത്തിയായിട്ടാണ് ചെയ്യുന്നത്? ചന്ദന അത്ഭുതത്തോടെ ചോദിച്ചു. എൻ്റെ വല്യമ്മച്ചി കിടന്നപ്പോൾ ഇതുപോലെ വൃത്തിയായിട്ടല്ലേ എൻ്റെ വല്യമ്മച്ചി നോക്കിയത്? അപ്പോൾ നിന്നെയും അതുപോലെ നോക്കേണ്ടത് എൻ്റെ കടമയല്ലേ? ചിരിയോടെ പറഞ്ഞിട്ട് അവളുടെ അടുത്തിരുന്നു അവൻ. നീഡിൽ വെച്ച കൈ പതിയെ തലോടിക്കൊണ്ട്. ഇച്ചൻ കുടിച്ചായിരുന്നോ? ചന്ദന ചോദിച്ചു. ഞാൻ അവിടുന്ന് കുടിച്ചു. രാത്രി തീരെ ഉറക്കം കിട്ടിയില്ല. കുറേ പെൻഡിങ് വർക്കുകളുണ്ട് ചെയ്തു തീർക്കാൻ. ഇന്ന് എറണാകുളത്തെ ബാറിൻ്റെ ഒരു കേസിന് പോകേണ്ടതായിരുന്നു. ഷാനുവിനോട് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തുറക്കണം. കോടികൾ നഷ്ടപ്പെടുമില്ലെങ്കിൽ ഇളയപ്പനോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഇളയപ്പൻ ഷാനുവിൻ്റെ കൂടെ പോകും. ഇതെല്ലാം പ്രതീക്ഷിക്കാതെ വന്നു ചേർന്നതാണല്ലോ. അലോഷി അവളെ നോക്കി പറഞ്ഞു. അതെ, ഇപ്പം എനിക്ക് തോന്നുകയാണ് അത്ര നേരത്തെ സാരി എടുക്കാൻ ഇറങ്ങണ്ടായിരുന്നു എന്ന്. അന്ന് നമ്മൾ പോയത് കൊണ്ടല്ലേ ഇങ്ങനെ സംഭവിച്ചത്? ചന്ദ്രൻ നെടുവീർപ്പോടെ പറഞ്ഞു. ചന്ദ്ര, അതിന് നിന്നെയല്ല അവർ നോട്ടമിട്ടത്, എന്നെയായിരുന്നു. നീ എന്നെ രക്ഷിക്കാൻ ഇറങ്ങിയത് കൊണ്ടാണ് നിനക്കിപ്പോൾ ഈ അവസ്ഥ വന്നത്.
ഇല്ലെങ്കിൽ ഞാൻ ഓഫീസിൽ പോകും വഴി എന്തായാലും സംഭവിച്ചേനെ. ആലോഷി എന്തോ ആലോചിച്ചുകൊണ്ട് പറഞ്ഞു. ഇച്ചാന് ഒന്നും സംഭവിക്കില്ല. നമ്മൾ പ്രാർത്ഥിക്കുന്ന ഈശ്വരന്മാർ നമ്മളെ കൈവിടില്ല. സമയദോഷം കൊണ്ട് സംഭവിച്ചു പോകുന്നതാണ് ഇതൊക്കെ. ചന്ദന സ്വയം ആശ്വസിക്കാൻ വേണ്ടി പറഞ്ഞു. അവൾ ചായ കുടിച്ച ഗ്ലാസ് വാങ്ങി കഴുകി വെച്ചു ആലോഷി. അപ്പോഴേക്കും സിസ്റ്റർ വന്ന് തുടങ്ങിയിരുന്നു BP നോക്കാനും മറ്റും. ആൽബി ഉറക്കമുണർന്ന് മുണ്ടെടുത്ത് കൊടുത്തുകൊണ്ട് റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. അടുക്കളയിൽ നിന്നും സംസാരം കേൾക്കുന്നുണ്ട്. മേരി ചേച്ചി വന്നിട്ടുണ്ടാകും. സോഫി. ആൽബി കിച്ചണിലേക്ക് നോക്കി നീട്ടി വിളിച്ചു. ഇച്ചാൻ എഴുന്നേറ്റോ? ചായ എടുത്തു വരാനിരിക്കുകയായിരുന്നു. പാലൊന്നും ഇരിപ്പിലായിരുന്നല്ലോ. മേരി ചേച്ചി വന്ന് പാല് വാങ്ങി വന്നിട്ടാ ചായ ഇട്ടത്. ദായി ചായ. കുളി കഴിഞ്ഞ് തലയിൽ തോർത്തുകൊണ്ട് ചുറ്റി വെച്ചിട്ടുണ്ട് സോഫി. കുളിച്ചതാണെങ്കിലും അടുക്കളയിൽ നിന്നതുകൊണ്ടാവാം അവളുടെ മുഖത്ത് വിയർപ്പ് തുള്ളികൾ പൊടിഞ്ഞിരിക്കുന്നത്. ശരിയാണ്, ഇന്നലെ വൈകിട്ട് വരുമ്പോൾ മറന്നല്ലോ. ഞാനും കരുതി പതിവ് ചായ കിട്ടിയില്ലല്ലോ എന്ന്. ആൽബി ചായ മുത്തിക്കൊണ്ട് സിറ്റൗട്ടിലേക്ക് നടന്നു. ടീപ്പോയിലിരുന്ന പത്രമെടുത്ത് വായിക്കാൻ തുടങ്ങി. ഇച്ചൻ ഓഫീസിലേക്ക് പോകുമ്പോൾ എന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറക്കാവോ? ചന്ദനയ്ക്കുള്ള കൊണ്ടുപോകാനുള്ള ആഹാരം ഞാൻ എടുത്തു വച്ചിട്ടുണ്ട്. മക്കളെ മേരി ചേച്ചി നോക്കാമെന്ന് പറഞ്ഞു. പോയിട്ട് ഞാൻ ഓട്ടോ പിടിച്ച് വന്നോളാം തിരികെ. സോഫി ആൽവിയുടെ പിന്നാലെ വന്നുകൊണ്ട് ചോദിച്ചു. ഞാൻ കൊണ്ടുവിട്ട് തരാം. എനിക്ക് ഓഫീസിൽ പോകാനുള്ളതാണ്. തിരിച്ച് തനിയെ പോരേണ്ടി വരും. എനിക്കിന്ന് കോട്ടയം വരെ ഒന്ന് പോകണം, ആൽബി പറഞ്ഞു. അത് ഞാൻ വന്നോളാം ഇച്ചയാ. ഡോക്ടർ വന്നിട്ട് എന്താ വിവരം പറഞ്ഞാൽ അപ്പം തന്നെ ഞാൻ പോരും. പിന്നെ സ്കൂളിലേക്കൊന്ന് പോകണം. യൂണിഫോമിൻ്റെ ചാർജ് തന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. പക്ഷേ യൂണിഫോം സ്കൂളിൽ എത്തിച്ചിട്ടില്ല. ഇന്നവിടെ ചെല്ലണം. പുതിയ കുട്ടികളെ അഡ്മിഷൻ ഡേറ്റ് ആണ്. അവിടെയും ഒന്ന് കയറിയിട്ട് ഞാൻ പെട്ടെന്ന് തിരിച്ചു വരാം, സോഫി പറഞ്ഞു. ഓ, ഞാനത് മറന്നു. പറഞ്ഞിരുന്നല്ലോ. അപ്രതീക്ഷിത സംഭവങ്ങൾ കൊണ്ട് നമ്മുടേതായ കാര്യങ്ങളെല്ലാം വിട്ടുപോകുന്നു അല്ലേ സോഫി? ആൽബി അവളെ കുസൃതിയോടെ ചോദിച്ചു. അതെ, ഞാനും. ചന്ദന വന്നപ്പോൾ അവിടെ ഈ ശ്രദ്ധ മുഴുവനും. ശരി, നീ വേഗം ഒരുങ്ങാൻ നോക്കിക്കോ. മക്കളെ വിളിച്ച് എഴുന്നേൽപ്പിക്ക്. ഇല്ലെങ്കിൽ ചേച്ചി കുറെ ബുദ്ധിമുട്ടും. ചേച്ചിയെ വട്ടം കറക്കും അവർ, ആൽബി പറഞ്ഞു. ഇവ മോൾക്ക് ഭക്ഷണം കൊടുത്തിട്ട് വേണം പോകാൻ. ചേച്ചി കൊടുത്താലൊന്നും അവൾ കഴിക്കില്ല. തരികിടയാണ്, സോഫി പറഞ്ഞുകൊണ്ട് തിരിച്ചു നടന്നു. അടുക്കളയിലെ ജോലിയെല്ലാം ചേച്ചിയാണ് ചെയ്യുന്നത്. സോഫിക്ക് അവരെയാണ് സഹായിച്ചാൽ മാത്രം മതി. ഇവമോൾ കുഞ്ഞായിരിക്കുമ്പോൾ മേഴ്സി അമ്മയുടെ അടുത്ത് കൊണ്ടുപോയി ആക്കുമായിരുന്നു. ഇപ്പോൾ കുറച്ച് വലുതായപ്പോൾ മേരി ചേച്ചിയാണ് നോക്കുന്നത്. സോഫി സ്കൂൾ വിട്ടു വന്നാലാണ് മേരി ചേച്ചി വീട്ടിലേക്ക് പോവുക. ആദ്യം മുതലുള്ള പരിചയമായതുകൊണ്ട് മേരി ചേച്ചി എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് ചെയ്തോളും. കുഞ്ഞുങ്ങൾക്കും ചേച്ചി കാര്യമാണ്. മക്കളില്ലാത്ത ദുഃഖം ചേച്ചി മറക്കുന്നത് അവരിലൂടെയാണ്. മോളെ, കഴിക്കാൻ എടുത്ത് വയ്ക്കട്ടെ, മേരി ചേച്ചി ചോദിച്ചു. വെച്ചോ ചേച്ചി, ഇച്ചൻ ഇപ്പോൾ കുളിച്ചിട്ട് വരും. ഞാനിവ മോൾക്ക് കൊടുക്കട്ടെ. മോളെ ഒക്കത്തിരുത്തി ബ്രഷ് ചെയ്ത് കൊടുക്കാനിടയിൽ പറഞ്ഞു സോഫി. മോനെ മനു, അമ്മ സ്കൂളിൽ പോയിട്ട് പെട്ടെന്ന് വരാട്ടോ. ഇവ മോളെ നോക്കണം കേട്ടോ. മുൻവശത്തെ വാതിൽ തുറക്കരുത്. മനുമോനെ നോക്കി സോഫി ഓരോന്നും പറഞ്ഞുകൊണ്ടിരുന്നു. അമ്മ പോയിട്ട് വാ, ഞാൻ നോക്കിക്കോളാം. TV-യിൽ കാർട്ടൂൺ ശ്രദ്ധിച്ചു കൊണ്ടിരുന്ന കൊണ്ട് തന്നെ മനു പറഞ്ഞു. നിന്റെ കാർട്ടൂണൊക്കെ ഞാൻ ശരിയാക്കി തരാം. ഇനി വലിയ കുട്ടിയെ 1ാം ക്ലാസ്സിലേക്കാണ് പോകുന്നത്. പഠിക്കാനും ഒത്തിരി കാണും. സോഫി പതിവ് പരാതികൾ തുറന്നു. ആൽബി കുളി കഴിഞ്ഞ ഡ്രസ്സ് മാറി പുറത്തേക്ക് വന്നു. മനുമോൻ ആൽബിയെ നോക്കി വിഷമത്തോടെ. ആൽബി മോനെ നോക്കി ഒറ്റ കണ്ണിറക്കി കാണിച്ചു. സ്കൂൾ തുറന്നിട്ടില്ലല്ലോ സോഫി. അപ്പോഴേക്കും നീ മോനെ ഇങ്ങനെ പറയാതെ. എൻ്റെ മോൻ കഴിഞ്ഞ എല്ലാ പരീക്ഷകളിലും ഫുൾ മാർക്ക് വാങ്ങിയില്ല ജയിച്ചത്. എല്ലാം ആവശ്യത്തിന് വേണം. എൻ്റെ മോൻ നന്നായി പഠിക്കും അല്ല മോനെ, ആൽബി പറഞ്ഞിട്ട് മോനെ എടുത്ത് മടിയിലിരുത്തി. എൻ്റെ പൊന്നപ്പയല്ലേ, അപ്പയ്ക്ക് അറിയില്ല എന്നെ, അമ്മയ്ക്ക് എന്നെ ഇപ്പോഴും അറിയില്ല. ആൽബിയുടെ കഴുത്തിൽ ഇരു കൈകളും കൊണ്ട് ചുറ്റിപ്പിടിച്ച് അവൻ്റെ കവിളിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് പറഞ്ഞു മനുമോൻ. അല്ല പിന്നെ, എൻ്റെ മോൻ എന്നെപ്പോലെയാ, എല്ലാത്തിനും ഡബിൾ പാസ് വാങ്ങി ജയിക്കും അല്ലട ചക്കരെ. മോൻ്റെ കവിളിൽ ഉമ്മ വെച്ചുകൊണ്ട് ചോദിച്ചു ആൽബി. അല്ല പിന്നെ. മനുമോൻ ആൽബിയുടെ മടിയിലിരിക്കുന്നത് കണ്ട് സോഫിയുടെ ഒക്കത്തു നിന്നും ഓർന്നിറങ്ങി ഇവമോൾ. അപ്പേ ഞാനും പറഞ്ഞുകൊണ്ട് ഒരു കൽമേൽ കയറി അവളും ഇരപ്പുറപ്പിച്ചു. ഇരുവരെയും ഓരോ കൈകൾ കൊണ്ട് പിടിച്ച ആൽബി മടിയിലിരുത്തി. പിന്നല്ല, അപ്പയുടെ പൊന്നുമോളും നന്നായി പഠിക്കും. മോളുടെ കവിളിൽ ഉമ്മ വെച്ചു ആൽബി. ഈ അമ്മച്ചി ഒന്നും അറിയില്ല അല്ലേ അപ്പേ, കൊഞ്ചി പറഞ്ഞിട്ട് അവൾ സോഫിയെ നോക്കി. അമ്മയ്ക്കെല്ലാം അറിയാം, അതല്ലേ അമ്മ ടീച്ചറായത്. എൻ്റെ മകൾ പഠിച്ച് വലിയ ആളാവാനാണ് അമ്മ ഇപ്പോൾ ഇങ്ങനെ പറയുന്നത്. വലിയ ഡോക്ടർ ആവണ്ടേ നമുക്ക്, ആൽബി മക്കളോട് ചോദിച്ചു. എനിക്ക് ഡോക്ടർ ആവണം, പക്ഷേ മോൾക്ക് ടീച്ചറായ മതിയെന്നാണ് പറഞ്ഞത് അമ്മയെപ്പോലെ, മനുമോൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അതുകൊള്ളാം. അപ്പോൾ ഏട്ടൻ്റെ മനയത്തെയും കൂടി അങ്ങ് തീരുമാനിച്ചു അല്ലേ? സോഫി ഒരു പാത്രത്തിൽ മക്കൾക്കുള്ളതുമായി ആഹാരം എടുത്തുകൊണ്ട് അവൻ്റെ അരികിലിരുന്നു. അപ്പവും മുട്ടക്കറിയുമായിരുന്നു. ഓരോ പീസ് പൊട്ടിച്ച് മോളുടെയും മോൻ്റെയും വായിൽ വെച്ച് കൊടുത്തു സോഫി. ഇടയ്ക്ക് ആൽബിയും വാ കാണിച്ചു. ഒന്ന് പോയി ചയ, നാണില്ലേ? സോഫിയുടെ മുഖം നാണം കൊണ്ട് ചുവന്നു. കൊടുക്കമ്മേ, അപ്പയ്ക്ക് വിശന്നിട്ടല്ലേ, മനുമോൻ ചുണ്ടുകൊട്ടിക്കൊണ്ട് പറഞ്ഞു.
അതേനേ, അമ്മയ്ക്കൊന്നും അറിയില്ല. ചില സമയത്ത് അപ്പയെ ഇങ്ങനെ പട്ടിണിക്കിടും. അവളെ അർത്ഥം വെച്ചൊന്ന് നോക്കി ആൽവി. സോഫി എടുത്ത കൈകൊണ്ട് അവൻ്റെ തൊടിയിലൊന്ന് ആഞ്ഞു നുള്ളി. നീലി ചേച്ചി ഉണ്ട് അപ്പുറത്ത്, സോഫി ശബ്ദം താഴ്ത്തി പറഞ്ഞു. ശരി മക്കള് കഴിക്ക്, അപ്പം പിന്നെ അമ്മയുടെ കൂടെ കഴിക്കാം കേട്ടോ പറഞ്ഞിട്ട് ഓരോന്നും പറഞ്ഞ് മക്കളെ ഊട്ടി രണ്ടുപേരും. അവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു.